അബിക ടോക്സ് ആൻഡ് മ്യൂസിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. മണിക്കൂറുകൾ നീളുന്ന സർജറിയിൽ സർജൻ ഒരു സൂപ്പർ പവർ ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? കൃത്യത, സൂക്ഷ്മത എന്നിവ ഉറപ്പാക്കി സങ്കീർണതകൾ നിറഞ്ഞ സർജറികൾ പൂർത്തിയാക്കാൻ സർജനെ സഹായിക്കുന്നതാണ് റോബോട്ടിക് സർജറി. ആരോഗ്യ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതന സംഭാവനയാണ് റോബോട്ടിക് സർജറി. ഡാവിഞ്ചി XI സീരീസ് റോബോട്ടാണ് ഇപ്പോഴത്തെ താരം. ഈ റോബോട്ടിന് 4 കരങ്ങളാണ് ഉള്ളത്. ഈ റോബോട്ടിക് ആം ഉപയോഗിച്ചാണ് രോഗിയുടെ ശരീരഭാഗങ്ങളെ കീറി മുറിക്കുന്നതും തുന്നലിടുന്നതും എല്ലാം. 4 കൈകളിലൊന്നിൽ 0 ഡിഗ്രി, 15 ഡിഗ്രി, 30 ഡിഗ്രി എന്നിങ്ങനെ പല ആംഗിളുകളിൽ തിരിയുന്ന ടെലിസ്കോപ്പ് ഉണ്ട്. മറ്റു 3 കരങ്ങളിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന വിധത്തിൽ അനുയോജ്യമായ സംവിധാനം ചെയ്യാനും കഴിയും. 3D ക്യാമറ സംവിധാനത്തിലൂടെ രോഗിയുടെ ശരീരഭാഗങ്ങൾ 10 മടങ്ങ് വലുപ്പത്തിൽ വ്യക്തമായി കാണാനാകും. ശരീരഭാഗങ്ങൾ വളരെ വ്യക്തതയോടും നിരീക്ഷിക്കുന്നതിനും കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടെ ചെറിയ മുറിവിലൂടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിനും സർജനെ സഹായിക്കുന്നു. റാഡിക്കൽ പ്രോസ്റ്റാക്ടമി സർജറിക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ കൂടുതൽ ഫലപ്രദമാണെന്ന് രാജ്യ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ബാലഗോപാലൻ നായർ സാക്ഷ്യപ്പെടുത്തുന്നു. പെൽവിസ് അസ്ഥിയുടെ പുറകിലാണ് പ്രോസ്റ്റാറ്റിക് എന്നതിനാൽ സർജറിക്ക് ശേഷം മൂത്രസഞ്ചിയെയും മൂത്രനാളത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് തുന്നലിടുന്നതിന് വലിയ ശ്രമകരമായ ദൗത്യമാണ്. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ചെറിയ ഇടത്തിലൂടെ ശസ്ത്രക്രിയ നടത്താനും സൂക്ഷ്മതയോടും കൃത്യതയോടും തുന്നലിടുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ആയതിനാൽ തന്നെ പരമ്പരാഗത ഓപ്പൺ പ്രോസ്റ്റാക്ടമിയേക്കാൾ വേഗത്തിൽ സുഖം പ്രാപിക്കുവാനും സർജറിക്ക് ശേഷം ചിലരിലെങ്കിലും കാണാറുള്ള മൂത്രം പോക്ക്, ഉദ്ധാരണക്കുറവ് എന്നിവയ്ക്കുള്ള സാധ്യത കുറയുന്നുവെന്നതും റോബോട്ടിക് സർജറിയുടെ നേട്ടമായി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. റോബോട്ടിക് സർജറി എന്തുകൊണ്ട്? സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ സർജന് സഹായമാകുന്ന മിനിമലി ഇന്റൻസീവ് സർജറിയാണ് റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറി എന്നാൽ പൂർണ്ണമായും റോബോട്ടാണ് സർജറി ചെയ്തതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ചിലരിലുണ്ട്. അത് ശരിയല്ല. റോബോട്ടിന്റെ സഹായത്തോടെ സർജനാണ് ശസ്ത്രക്രിയ നടത്തുക. കൺസോളിലിരിക്കുന്ന സർജന്റെ കൈയുടെ ചലനങ്ങൾ തത്സമയം വിവർത്തനം ചെയ്യുകയാണ് റോബോട്ട് ചെയ്യുന്നത്. അതായത് സർജന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വളയ്ക്കുന്നതും തിരിക്കുകയും ചെയ്യുന്നു. ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പിക് തുടങ്ങി പരമ്പരാഗത രീതിയിൽ ചെയ്യാൻ പ്രയാസമുള്ള ശസ്ത്രക്രിയകൾക്കാണ് സാധാരണ റോബോട്ടിക് ശസ്ത്രക്രിയ രീതി തിരഞ്ഞെടുക്കുന്നത്. റോബോട്ടിക് സർജറിക്ക് ഒരു തരത്തിൽ കീഹോൾ സർജറിയുമായി സാമാന്യതയുണ്ട്. ലാപ്രോസ്കോപ്പിക് കീഹോൾ സർജറിയേക്കാൾ സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ, സൂക്ഷ്മതയുടെയും കാര്യത്തിൽ കുറച്ചും കൂടി മുന്നിലാണ് റോബോട്ടിക് സർജറി. റോബോട്ടിന്റെ 4 കരങ്ങളിൽ പല ആംഗിളുകളായി തിരിഞ്ഞ് എൻഡോസ്കോപ്പും മറ്റു 3 കരങ്ങളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളും സർജറിക്ക് വേണ്ടുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. എന്നാൽ ഈ റോബോട്ടിക് കരങ്ങളുടെ കൺട്രോൾ സർജന്റെ കയ്യിലിരിക്കുന്നുവെന്നു മാത്രം. രോഗിയിൽ നിന്നും അല്പം അകലെയുള്ള കൺസോളിൽ ഇരുന്നാണ് ശസ്ത്രക്രിയ വിദഗ്ധർ ഈ കരങ്ങൾ നിയന്ത്രിക്കുന്നത്. റോബോട്ട് ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങൾ. ശസ്ത്രക്രിയയുടെ സൂക്ഷ്മതയും കൃത്യതയും ഉറപ്പാക്കാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യ സഹായിക്കുന്നു എന്നതാണ് റോബോട്ടിക് സർജറിയുടെ പ്രധാന സവിശേഷത. സർജിക്കൽ സൈറ്റിന്റെ 3D ഹൈ ഡെഫിനിഷനിൽ കാഴ്ച സർജൻ ഇരിക്കുന്ന കൺസോളിൽ ലഭിക്കും. റോബോട്ടിന്റെ മാഗ്നിഫൈഡ് വ്യൂ ഉപയോഗിച്ച് ഡോക്ടർക്ക് സർജറി ചെയ്യുന്ന ഭാഗം കൂടുതൽ കൃത്യതയോടെ കാണാൻ കഴിയും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ വേദന കുറവായിരിക്കും എന്നതിനാൽ അധികനാൾ ആശുപത്രിവാസം തുടരേണ്ടി വരികയില്ല. ശരീരത്തിൽ വളരെ ചെറിയ മുറിവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നത് കാരണം ഓപ്പൺ സർജറിയിൽ സംഭവിക്കുന്നത് പോലെ അധിക രക്തസ്രാവവും ഉണ്ടായിരിക്കുകയില്ല. മുറിവിൽ നിന്നുള്ള അണുബാധയുടെ സാധ്യതയും കുറയുന്നു. കൺസോളിലിരുന്ന് സ്റ്റീരിയോ വ്യൂവറിലൂടെ നോക്കിയാണ് സർജൻ റോബോട്ടിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് സ്റ്റീരിയോ വ്യൂവറിൽ നിന്നും സർജന്റെ ശ്രദ്ധ മാറിയാൽ റോബോട്ട് കരങ്ങൾ നിശ്ചലമാകുന്നു. ഇത് സർജറിയുടെ സൂക്ഷ്മത ഉറപ്പാക്കുന്നു. അതിസൂക്ഷ്മമായ ടിഷ്യൂകൾ കൈകാര്യം ചെയ്യുന്നതിനും തുന്നലുകൾ ഇടുന്നതിനും മുഴകൾ നീക്കം ചെയ്യുന്നതിനും മറ്റു നടപടിക്രമങ്ങൾ ശസ്ത്രക്രിയ വിദഗ്ധന് വളരെ സഹായകരമാണ്. റോബോട്ടിക് സഹായത്തോടെയാണ് ശസ്ത്രക്രിയ നടത്തുന്നതെങ്കിലും സുപ്രധാനമായ ക്ലിനിക്കൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സർജൻ തന്നെയായിരിക്കും എന്നതാണ് ചുരുക്കം. എന്താണ് റോബോട്ടിക് സർജറി എന്നും റോബോട്ടിക് സർജറിയെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ മാറിയെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.